പ്രിയമുള്ളവരെ, നമ്മുടെ സമരത്തിൻ്റെ 349 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സത്യാഗ്രഹം എന്തിനു വേണ്ടിയാണ് ഇവിടെ നടക്കുന്നത് എന്നെല്ലാവർക്കും. മലപ്പുറത്തെ മദ്യനിരോധന സമരത്തിന് വീര്യം പോരാ, നാട്ടുകാരിൽ നിന്ന് വേണ്ടത്ര പിന്തുണയില്ലെന്ന് സമരസമിതി. കനത്ത മഴയിൽ സമരപന്തൽ അടർന്നു വീണു. സമരപോരാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ മദ്യനിരോധന സമിതി നടത്തിവരുന്ന മദ്യനിരോധന സമരം 1 വർഷം പിന്നിടാൻ തുടങ്ങുമ്പോൾ മലപ്പുറത്തുകാരിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്ന് മദ്യനിരോധന സമിതിക്കാരുടെ പരാതി. എന്തുകൊണ്ട് നാട്ടുകാർ ഉണരുന്നില്ല? ഇമാതിരി ഒരു സത്യാഗ്രഹം മദ്യത്തിനെതിരെ ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല. ഇത് മദ്യത്തിനെതിരെ മാത്രമല്ല, മറ്റു കുഞ്ഞുങ്ങൾ ലഹരിയിൽ പെട്ടുപോകുന്നതിനെതിരെയാണ്. അതുകൊണ്ട് ദൈവാനുഗ്രഹമുള്ള ആളുകൾ, സത്യസന്ധരായ ദൈവവിശ്വാസികൾ ഈ സമരത്തെ സഹായിച്ചേ മതിയാവും. അതിന് മത നേതാക്കൾ ഇടപെട്ടിട്ട് അനുയായികൾക്ക് കൽപ്പന കൊടുത്തേ മതിയാവും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പകുതിയിൽ ആരംഭിച്ചതാണ് ഈ സമരം. രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ തീരെ ലഭിച്ചില്ല എന്നും മതസംഘടനകളോ നേതാക്കളോ വേണ്ട രീതിയിൽ അണികൾക്ക് നിർദ്ദേശം നൽകുന്നില്ല എന്നും സമിതി പ്രസിഡന്റ് ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. മദ്യത്തിലും മറ്റ് ലഹരിയിലും നമ്മുടെ നാട് തകർന്നുകൊണ്ടിരിക്കുക. കുഞ്ഞുമക്കളെ കൂടി കുടിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് സർക്കാർ വീടുകളിൽ മദ്യം എത്തിക്കുന്നത്. കുഞ്ഞുമക്കൾ പെൺകുട്ടികളെ അടക്കം കുടിപ്പിക്കാം. കുറച്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. അങ്ങനെ കുടിയുടെ ആസക്തരാക്കുക. അതിനുവേണ്ടി പരമാവധി മദ്യശാലകൾ തുറന്നുകൊണ്ടേയിരിക്കുക. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജില്ലയിൽ 2 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഇപ്പോൾ 27 ബാറുകളാണ് ഉള്ളതെന്നും ഗൗരവപൂർവ്വം കണക്കിലെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് തന്നെ ഉമ്മൻചാണ്ടി പോകുമ്പോൾ ഒറ്റ ബാറേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 26 ബാറുകളുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ആഞ്ഞുവീശിയ കാറ്റിനെയും തിമിർത്ത് പെയ്ത കനത്ത മഴയെയും തുടർന്ന് സമരപന്തൽ ഭാഗികമായി പൊളിഞ്ഞു വീണിരുന്നു. പ്രസിഡന്റ് ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണനും തിരൂരങ്ങാടിയിലെ സമരസമിതി പ്രസിഡന്റ് മൊയ്തീൻ കുട്ടിയും സമരപന്തലിൽ ഇരിക്കുമ്പോഴാണ് ഒരു ഭാഗം പൊട്ടിവീണതെങ്കിലും അവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പന്തൽ പുതുക്കിപ്പണിത് വർദ്ധിത വീര്യത്തോടെ സമരം മുന്നോട്ട് കൊണ്ടുപോവാനാണ് സമിതിയുടെ തീരുമാനം. അതിന് നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണ വേണമെന്നാണ് സമരസമിതിക്കാരുടെ ആവശ്യം. രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കളും അതിനായി സഹകരിക്കണമെന്നും സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. SS മീഡിയ, മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.